നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് ലഭിച്ചിരിക്കുന്നത് കത്രിക ചിഹ്നമാണ്. കത്രിക ചിഹ്നത്തെ എപ്പോഴും ഭയപ്പെട്ടിരുന്നൊരു നേതാവാണ് പി വി അൻവർ. പക്ഷേ അത് ലഭിച്ചതോടെ 100% വിജയം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കത്രിക ചിഹ്നവും കത്രിക പൂട്ടും പ്രധാന ചർച്ചാ വിഷയമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഭാഗത്ത് നിന്ന് LDF-ഉം അതുപോലെ പിണറായി വിജയന്റെ ഭരണവും തനിക്കെതിരെ കഴുത്തു പിടിക്കുന്ന രീതിയിൽ കത്രിക പൂട്ടിട്ട് പിടിച്ചിരിക്കുകയാണെന്നും ഇപ്പോൾ UDF ആണ് തനിക്കെതിരെ കത്രിക പൂട്ടിട്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസം വരെ വലിയ വേവലാതിപ്പെട്ട നേതാവാണ് പി വി അൻവർ. എന്നാൽ ഇപ്പോൾ ആ കത്രികയെ വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം. ജൂൺ 19-ന് കത്രിക കൊണ്ട് ശബ്ദം പോലും ഇല്ലാതെ ജനങ്ങൾ പിണറായി സത്തെ അടിവേരിറക്കുമെന്ന് ആണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കത്രിക ചിഹ്നത്തിൽ താൻ 2 തവണ മത്സരിച്ചിട്ടുണ്ടെന്നും അതിനാൽ കത്രിക അപരിചിതമായ ചിഹ്നമല്ലെന്നും പി വി അൻവർ വ്യക്തമാക്കുന്നു. അപ്പോഴും അദ്ദേഹം ഈ കത്രികയെ പേടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പി വി അൻവറിനെ എതിർക്കുന്നവർ LDF-ഉം UDF-ഉമാണ്. അതായത് എന്തിനാണോ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് അത് പിണറായി സത്തിനെതിരെയാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും UDF സ്ഥാനാർത്ഥിയെ പുലഭ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് അൻവറിന്റെ ഒരു പതിവ്. ആ UDF സ്ഥാനാർത്ഥി അദ്ദേഹം UDF-ലേക്ക് ചേക്കേറണമെന്ന് വളരെയധികം ആഗ്രഹിക്കുമ്പോഴും UDF സ്ഥാനാർത്ഥിയെ ഇങ്ങനെ ദിവസവും പുലഭ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിന് ഇനിയൊരു ഭാവി രാഷ്ട്രീയത്തിലില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അദ്ദേഹം ഇനി നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതോടുകൂടി രാഷ്ട്രീയ ഭാവി അടഞ്ഞു എന്നുള്ളതിന്റെ അപകടം മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം എന്തൊക്കെയോ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 രൂപയില്ല തനിക്ക് മത്സരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ യാചന നടത്തുമ്പോൾ അദ്ദേഹം പണമിടപാടുകൂടി നിലമ്പൂരിൽ നടത്തി തുടങ്ങി എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഇത് ജനങ്ങൾ ഏറ്റവും വെറുത്തുപോയ ഒരു സംഭവമാണ്. അതോടുകൂടി അൻവറിന്റെ ചീട്ട് കീറി എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഒരു നല്ല പോരാളിയായിരുന്നു. പക്ഷേ ഈ പോരാട്ടമൊക്കെ അവസാനിച്ചു എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ നിലമ്പൂരിലെ അദ്ദേഹത്തിന്റെ നീക്കം കാണുന്നത്. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് കത്രിക പൂട്ടിട്ടവരെ നിലമ്പൂരുകാർ അതേ കത്രിക പൂട്ടിട്ട് തന്നെ പൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും പി വി അൻവർ നിലമ്പൂരിൽ ഒരു വിഷയമല്ലാതെയായി മാറുകയാണ്. ഇപ്പോഴത്തെ വിഷയം UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു മത്സരമായി പഴയ രീതിയിൽ തന്നെ മാറുകയാണ്. BJP-യുടെ സ്ഥാനാർത്ഥി ഇതുവരെ ഒരു പ്രകമ്പനവും ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. VD സതീശൻ പിണറായിസം എന്ന വാക്ക് പോലും ഉച്ചരിക്കുന്നില്ലെന്നും പി വി അൻവർ പറഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹത്തിന് UDF-നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം ശ്രമിച്ചതും കൂടെ കൊണ്ടുവരാൻ നോക്കിയതുമൊക്കെ മുസ്ലിം ലീഗിനെയായിരുന്നു. UDF-ൽ കോൺഗ്രസിനേക്കാളും ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുഴുവൻ നയിക്കുന്നത്. പാണക്കാട്ടെ തങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കോലാഹലം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് പക്ഷെ അദ്ദേഹം മക്കയിലാണ് എന്നുള്ളതിന്റെ തെളിവ് ലഭിച്ചതിന് ശേഷം പാണക്കാട്ടെ കുടുംബവും പാണക്കാട്ട് നിന്നുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരുമെല്ലാം നിലമ്പൂരിൽ സജീവമായതോടെ അതെല്ലാം കെട്ടടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ നല്ലൊരു മുന്നേറ്റമാണ് നിലമ്പൂരിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ LDF ആണ് തൊട്ടു പിന്നിലുള്ളത് എന്നും കാണാൻ സാധിക്കും. അപ്പോഴാണ് അൻവറിന്റെ ഒരു അധര വ്യായാമം എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. അത് ആ സമയത്താണ് കത്രിക പൂട്ടിട്ട് പൂട്ടും എന്നുള്ളതിന്റെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെ കത്രിക അദ്ദേഹത്തിന്റെ ചിഹ്നമായി വന്നിരിക്കുന്നതും. ഏതായാലും പി വി അൻവറിന്റെ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിലും പി വി അൻവർ നിലമ്പൂരിൽ അപ്രസക്തനായി എന്ന് തന്നെ പറയേണ്ടി വരും.